പിശാച് വരുന്നത് തകർക്കാനാണ്, പക്ഷേ യേശു വരുന്നതല്ല, വന്നത് ജീവിതത്തെ പണിയാനാണ്. തകർന്ന ജീവിതങ്ങളെ പണിയട്ടെ ദൈവം. പിശാച് വരുന്നത് തകർക്കാനാണ്, പക്ഷേ യേശു വരുന്നതല്ല, വന്നത് ജീവിതത്തെ പണിയാനാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങൾ തകർന്ന ജീവിതവുമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പടകിൽ ഒരുവനുണ്ട്, കർത്താവായ യേശു. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ്, അവൻ ചിലത് സൃഷ്ടിക്കും. പടകിൽ യാത്ര ചെയ്തു കൊണ്ടുപോകുന്ന ശിഷ്യന്മാര്, കർത്താവായ യേശു പടകിലുണ്ട്. വളരെയധികം പ്രശ്നങ്ങൾ രൂക്ഷമായി പടകിന് നേരെ കാറ്റടിച്ചു. വെള്ളത്തിൻ്റെ കോപം വളരെയധികം ഉണ്ടായി. പടകിൽ നിറയുകയാണ്. വെള്ളം ഇങ്ങനെ നിറഞ്ഞ് പടകിപ്പോൾ മുങ്ങിപ്പോകുമെന്ന് പറയുന്ന കാഴ്ച, തകർച്ചയുടെ അനുഭവമാണ് മുൻപിൽ കാണുന്നത്. സ്തോത്രം. പക്ഷേ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തി, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? കർത്താവ് എഴുന്നേറ്റ് ആമേൻ ശക്തമായി വന്ന കാറ്റിനെ ശാസിച്ചു. കാറ്റിനെ ശാസിച്ചപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് ദൃശ്യമായി. കാരണം അവിടെ ശാന്തത വന്നു. ഹല്ലേലൂയ, ആമേൻ. വീടിന് നേരെ അടിക്കുന്ന കാറ്റിനെ ശാന്തമാക്കാൻ, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന കാറ്റിനെ ശാന്തമാക്കാൻ സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് സാധ്യമാണ്. ദൈവം അങ്ങനെ ചില പ്രവർത്തികൾ ഇനിയും ചെയ്യും. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത, കർത്താവേ, അങ്ങ് പണിയുന്ന ദൈവമാണ്.